morning. It's my light show. Mai chinadake? Eid Mubarak pare. Eid Mubarak. Moiji, here you smile please. അപ്പോൾ എൻ്റെ ഈദ് മേക്കപ്പ് നോക്കാം. ഞാൻ ഫസ്റ്റ് ലാക്മി 925 ഈ മൗസി ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഞാൻ ഒരു മൗസി ഫൗണ്ടേഷൻ എടുത്താൽ അത് 1 ഇയർ വരെയാണ് വരേണ്ടത്. പക്ഷെ ഞാൻ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഫങ്ഷൻസ് പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇവർ മൗസി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ബ്രൈറ്റനായിട്ട് കാണാൻ വേണമെങ്കിൽ ഇവർ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഇവർ ഫൗണ്ടേഷൻ ഫുൾ കവറേജ് തരാനും നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എഫക്റ്റ് കിട്ടാൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഐവറി ഫെയർ ആണ്. അപ്പോൾ ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ് കേട്ടോ. 499 റുപ്പീസാണ് ഇത്ര ചെറിയ പീസിന്. സെക്കൻഡ് വൺ ഹൈ മേക്കപ്പ് ആണ്. ഞാൻ കൂടുതലായിട്ട് ഇന്ന് എഫേർട്ട് കൊടുക്കുന്നത് ഹൈ മേക്കപ്പിനാണ്. ഒരു ചെറുതായിട്ടൊന്ന് റീൽസ് ഒക്കെ എടുക്കാനുണ്ടോ, അതുകൊണ്ടാണ്. കഴിഞ്ഞ ഡിയേഴ്സ് എല്ലാ വർക്ക് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എല്ലാ വർക്ക് കഴിഞ്ഞു, ഡ്രസ്സിങ് ചെയ്തു, കുട്ടികളെ റെഡിയാക്കി, കുറച്ച് ഫോട്ടോ എടുത്തു, പിന്നെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റീൽസൊക്കെ എടുത്ത ശേഷം പിന്നെ ഞാൻ ഇന്നാലും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീടൊക്കെ വൃത്തിയാക്കാൻ കുക്കിംഗ് ഉമ്മ ഉണ്ടാക്കണമെന്ന്. കാരണം എനിക്ക് ലോങ് റൈസിൻ്റെ ബിരിയാണി അറിയില്ല. മംഗലാപുരത്തിൽ കൂടുതലായിട്ട് ലോങ് റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ബിരിയാണിയിൽ എക്സ്പെർട്ടാണ്. എല്ലാ രീതിയിലുള്ള ബിരിയാണി ഉണ്ടാക്കും. മസാല ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, അങ്ങനെ വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കും. പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ലോങ് റൈസ് ബിരിയാണി. കുറച്ച് റൈസ് വേവുന്നുണ്ട്. അതായത് ഒരു ബിരിയാണിക്ക് അതാ കൺസിസ്റ്റൻസി ആയ ഒരു റൈസ് വേവണം. പക്ഷെ എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഉമ്മാൻ്റെ സപ്പോർട്ടിലൂടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കാണാം.